ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ആ കോൺക്രീറ്റ് ഉയർത്തുകയാണ്. ആ വീടിൻ്റെ മേൽക്കൂര ഏറ്റവും ശ്രമകരമായ അപകടം പിടിച്ചൊരു ജോലിയാണിത്. ഇതിനോടകം തന്നെ തകർന്നിരിക്കുന്ന ഒരു കോൺക്രീറ്റ് മേൽക്കൂരയാണ്. അതാണ് ഇതുപോലെ JCB കൈ ഉപയോഗിച്ച് ഒപ്പം ജാക്ക് ഉപയോഗിച്ചൊക്കെ ഉയർത്തി ഈ രീതിയിലേക്ക് മാറ്റുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സ്പേസ് അവിടെ ഉണ്ട്, അതിനകത്തേക്ക് ഇവർക്ക് ഇറങ്ങിച്ചെല്ലാം. പക്ഷെ അപ്പോഴും നോക്കുക, അപകട സാധ്യത ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ രക്ഷാപ്രവർത്തകരുടെ കൂടി ജീവൻ അല്ലെങ്കിൽ അവരുടെ കൂടി ജീവൻ അപകടത്തിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെയും അതിൻ്റെ സാഹചര്യം എന്ന് പറയാതെ വയ്യ. അത്രമാത്രം ശ്രമകരമായൊരു ദൗത്യം എന്ന് പറയാതെ വയ്യ. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ കാര്യങ്ങളുള്ളത്. ലാൽകൃഷ്ണൻ തുടരുന്നു. ലാൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വീടിൻ്റെ മേൽക്കൂര, കോൺക്രീറ്റ് മേൽക്കൂര, അത് ഈ രീതിയിൽ കുറച്ചുകൂടി ഉയർത്തിയിരിക്കുന്നു. പക്ഷേ അപകട സാധ്യത ഇപ്പോഴുമുണ്ട്. അതെപ്പോഴും വേണമെങ്കിലും തകർന്ന് വീഴാം. അതിനടിയിൽ പോയി വേണം രക്ഷാപ്രവർത്തകർക്ക് ഈ ബിജുവിനെ പുറത്തെടുക്കാൻ. അതേറ്റവും റിസ്ക് ഉള്ള ഒരു ദൗത്യമായി മാറുന്നുണ്ടല്ലേ? നിലവിൽ ഏറ്റവും വലിയ റിസ്കിലാണ് ഈ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പദ്ധതിയിൽ ഒരു ഘട്ടത്തിൽ പോലും അകത്തേക്ക് ഒരാൾ കടന്നു ചെന്ന് പുറത്തേക്ക് വിജയവുമായി വരുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പകരം ആ ബീമുകളെല്ലാം മാറ്റിയതിന് ശേഷം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം ബിജുവിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അജണ്ടയിലുണ്ടായിരുന്നത്. ഈ വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉയർത്തുമ്പോൾ, സ്വാഭാവികമായിട്ടും ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉയർത്തുമ്പോൾ താഴെയുള്ള പ്രതിസന്ധികളെ ഒരു ഘട്ടം വരെ തരണം ചെയ്യാം എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രതീക്ഷ. പക്ഷേ അത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യം ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ചെറിയ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ അവിടേക്കുള്ള വഴി തെളിക്കുന്ന രീതിയിൽ ആ കോൺക്രീറ്റ് പാളികളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടുന്ന് നീക്കം ചെയ്യാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ഈ മേൽക്കൂര താങ്ങി നിർത്തിയിരുന്ന ചെറിയ ജാക്കി പോലുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ടും നീക്കാൻ ശ്രമം നടത്തി. ഇപ്പോൾ നിലവിൽ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ് പാളികൾക്ക് ഇടയിൽ, അതായത് ബിജുവിൻ്റെ ദേഹത്തേക്ക് വീണ് കിടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കോൺക്രീറ്റ് പാളി, അത് വലിയ ബീമാണ്. ആ ബീം പൂർണ്ണമായിട്ടും പുറത്തേക്ക് നീക്കേണ്ടതുണ്ട്. അത് നീക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യം എന്ന രീതിയിലാണ്. പക്ഷേ പ്രജിൻ പറഞ്ഞ പോലെ ഇവിടെ വലിയൊരു റിസ്ക് എലമെൻറ്റ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ഒരു ഉറപ്പുമില്ലാത്ത രീതിയിലാണ് നിലവിൽ ഈ കോൺക്രീറ്റ് മേൽക്കൂരയുള്ളത്. ആ കോൺക്രീറ്റ് മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് ഇപ്പോൾ ആ മണ്ണ് മാന്തി യന്ത്രത്തിൻ്റെ കൈകളാണ്. പക്ഷേ അതിൻ്റെ താഴെയാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെല്ലാം അതിൻ്റെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ഈ മേൽക്കൂര നേരത്തെ താങ്ങി നിർത്തിയിരുന്ന ഈ ഹൈഡ്രോളിക് ഉപകരണങ്ങളടക്കം അവിടുന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് അവിടുന്ന് പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. പക്ഷേ അതിനു കൂടെ തന്നെ ബിജുവിനെയും പുറത്തേക്ക് കൊണ്ടുവരേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ്, എത്രത്തോളമാണ് എന്ന കാര്യങ്ങളെല്ലാം ഇനിയും കാത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല വലിയ ബീം പാളികളാണ് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളത് എന്നൊരു കാര്യം കൂടി ഇതിനിടയിൽ പറയേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.